അതിൻ്റെ ശേഷമാണ് ഇന്നാണിപ്പോഴും റിജിത്തിൻ്റെ വിധി, റിജിത്ത് കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട കേസിൻ്റെ വിധി പ്രഖ്യാപിച്ചത്. കുറ്റക്കാരാണെന്ന് മുമ്പ് തന്നെ കോടതി പറഞ്ഞു. ഒരു ചെറുപ്പക്കാരനെ യാതൊരു സംഘർഷവും ഇല്ലാത്ത പാർട്ടി കേന്ദ്രമായ കണ്ണപുരത്ത് മൃഗീയമായി വെട്ടിക്കൊന്ന് 19 വർഷത്തിന് ശേഷമാണ് വിധി വന്നത്. ഇതൊരു വലിയ വാർത്തയാക്കാൻ മാധ്യമങ്ങൾക്ക് മനസ്സില്ല. എന്തേ വാർത്തയാവാത്തത്? ഒറ്റ കാര്യം, അത് CPIM ആണ്. നേരത്തെ പറഞ്ഞത് വാർത്ത അത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള ഇരട്ടത്താപ്പ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അതേ നിലപാട് ഇപ്പോഴും റിജിത്തിൻ്റെ ഭാഗമായിട്ടുള്ള മതം അത് സംബന്ധിച്ചുള്ള വ്യക്തമായ വിധി ഇന്നിപ്പോഴും വന്നു. ജീവപര്യന്തം 9 RSകാരെ ശിക്ഷിച്ചു. നാളെ നോക്കാം നമുക്ക് എന്തായിരിക്കും വാർത്ത. ഒന്നാമത്തെ പേജിൽ വാർത്തയുണ്ടാവുമോ? റിജിത്തിൻ്റെ ഫോട്ടോ ഉണ്ടാവുമോ? അല്ല പ്രതികളുടെ ഫോട്ടോ ഉണ്ടാവുമോ? വെണ്ടക്ക തലക്കെട്ടുണ്ടാവുമോ എന്നൊക്കെ നമുക്ക് നോക്കാലോ. 4 ദിവസം ഇനി ചർച്ച നടത്തുമെന്ന് നോക്കാലോ. നിങ്ങളെ എല്ലാം സ്വയം പരിഹാസിയാവുകയാണ്. വാർത്താ ശൃംഖലകൾ യഥാർത്ഥത്തിൽ ഓരോ ദിവസം കഴിയുന്തോറും ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യമാവുകയാണ്. നിങ്ങൾക്ക് ചില പാർട്ടി വിരുദ്ധമായ കാര്യങ്ങൾ മാത്രം വലിയ ശക്തിയായ രീതിയിൽ അവതരിപ്പിക്കുക, UDFനും BJPക്കും അനുകൂലമായി വരുന്ന കാര്യത്തിന് അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുക, എതിരായിട്ട് വരേണ്ടുന്ന വാർത്ത വരാതിരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുക. ഇത്തരത്തിലുള്ള നിലപാടാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, മാധ്യമങ്ങൾ തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം പറയാതിരിക്കാൻ പറ്റും. ഇന്നലെ പ്രധാനപ്പെട്ട ഒരു പത്രവും ശിക്ഷിക്കാൻ പോകുന്നു എന്ന് കുറ്റക്കാരാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ചർച്ചയൊന്നും വന്നില്ലല്ലോ TV യിൽ. ആകെ മനോരമയാണ് ഇന്നലെ ചർച്ച നടത്തിയത്. നന്നായി. ബാക്കി എല്ലാവർക്കും വേറെ എന്തൊക്കെയോ വിഷയമായിരുന്നു, ഭയങ്കരമായ വിഷയങ്ങൾ. ഉള്ളതുപോലെ പറയണമല്ലോ. മനോരമയെ ഞാൻ സ്ഥിരമായിട്ട് എതിർക്കുന്നതാണ്. പക്ഷേ അവരിന്നലെ ചർച്ച നടത്തി, അത് അത്രയെങ്കിലും നല്ലത്. ഒരു തരത്തിൽ എല്ലാ രീതിയിലും, ഒരു തരത്തിലല്ല എല്ലാ രീതിയിലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അന്ധത ബാധിച്ച ഒരു വാർത്താ ശൃംഖലയാണ് ഭൂരിപക്ഷവും കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തുറന്നു കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തട്ടിപ്പിനിരയായി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതി നൽകിയ മറ്റൊരാളും മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് VV ജോൺ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കാലുവാരിയതിൻ്റെ മനോവിഷമത്തിലാണ് അദ്ദേഹം 2015 നവംബർ 8 ആത്മഹത്യ ചെയ്തത്. ഇത് വേറൊരു കഥയാണ്. ആ കഥയും കോൺഗ്രസിൻ്റെ ഭാഗമാണെന്നുകൊണ്ടതുകൊണ്ട് ഒന്നും തന്നെ വാർത്തയല്ല. കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കിയ മറ്റൊരു മരണമാണ് മുൻ ട്രഷറർ V പ്രതാപചന്ദ്രൻ്റേത്. അത് 2022 ഡിസംബർ 22 പ്രതാപചന്ദ്രൻ മരിച്ചത്. KPCC ഭാരവാഹികൾ ഉൾപ്പെടെ അവർക്കെല്ലാം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ചിട്ടില്ല. അതേപോലെ തന്നെ നമുക്കറിയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കേസാണ് ധീരജിൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ 1-ാം പ്രതി നിഖിൽ പൈലിയാണ് ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖ നേതാവ്. ആ കൊലയാളി എന്ന് പറഞ്ഞാൽ കേസ് ശിക്ഷിച്ചില്ലല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. 1-ാം പ്രതിയാണ്. സുധാകരൻ പറഞ്ഞത് എൻ്റെ കുട്ടികളാണെന്നാണ്. എരന്നു വാങ്ങിയതാണ് ഈ കൊലപാതകം എന്ന് അദ്ദേഹം വിശദീകരിച്ചത്. എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥി തളിപ്പറമ്പുകാരനായ ധീരജ്, അദ്ദേഹത്തെയാണ് അവിടെ ഈ ഗുണ്ടാപ്പട കോളേജ് സംഘർഷമാണ് എന്നാണ് അവർ പറയുന്നത്. കോളേജ് സംഘർഷം കഴിഞ്ഞാൽ പൈലി എവിടെ പോയേ? പൈലിയും കോളേജും തമ്മിൽ എന്ത് ബന്ധ? എന്നിട്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഫോർഫ്രണ്ടിൽ പൈലിയുണ്ട്. രാഹുൽ ഗാന്ധി നയിച്ച ജാഥയുടെ മുമ്പിലും പൈലിയുണ്ട്. യാതൊരു ഉളുപ്പുമില്ലാതെ കോൺഗ്രസ് അവരെയും കൊണ്ട് നടക്കുകയാണ്. നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് വന്ന കാര്യം വെച്ച്
വലിയ വാർത്തയല്ലേ നിങ്ങളെല്ലാം ചമച്ചുണ്ടാക്കിയത്. ആ വാർത്ത ചമച്ചുണ്ടാക്കിയപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടൊരു പാർട്ടി എന്ന നിലയിൽ ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ളത് കൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒഴിവാണം എന്ന് 24 മണിക്കൂർ കൊണ്ട് തീരുമാനിച്ചത്. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പാർട്ടി അവരെ ഒഴിവാക്കുകയും ചെയ്തു. അത് മാതൃകാപരമായൊരു നിലപാടാണ്. നിങ്ങൾ ഈ പ്രതികളുടെ കയ്യും പിടിച്ച് ഒപ്പം നടക്കുന്ന നിലയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ട് ഒരൊറ്റ അക്ഷരം പറയാൻ ഒരു മാധ്യമത്തിനും മനസ്സില്ല. നിങ്ങളുടെ ഇരട്ടത്തപ്പല്ലാതെ വേറെ എന്താണത്? അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം.